ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ബാബുൽ അവ്വൽ, ഒന്നാമത്തെ അധ്യായം. ഫി ഹിസാബി സിഹാഹ്, ശരിയായ സഹിയായ സംഖ്യകളെ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കണക്കുകൾ, അത് കൂട്ടുക കുറക്കുക അങ്ങനെയുള്ള പൂർണ്ണസംഖ്യകളെ കണക്ക് കൂട്ടുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. സിയാദത്തു അദദിൻ അല ആഖർ ജംഉ, സിയാദത്ത് ഒരു സംഖ്യയെ കൂട്ടുക അല ആഖർ മറ്റൊരു സംഖ്യയുടെ മേൽ കൂട്ടുന്നതിന് ജംഉൻ കൂട്ടൽ എന്ന് പറയുന്നു. വനഖ്സുഹു മിൻഹു ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യയിൽ നിന്ന് കുറക്കുന്നതിന് തഫ്രീഖുൻ കുറക്കൽ എന്നും പറയുന്നു. വതക്രീറുഹു മറത്തൻ ഏതൊരു സംഖ്യയെയും ഒരു തവണ ആവർത്തിക്കുന്നതിന്, 5നെ ഒരിടം കൂടി ആവർത്തിക്കുക 10, അപ്പോൾ അങ്ങനെ ഏതൊരു സംഖ്യയെയും ആവർത്തിക്കുന്നതിന് തളൈഫ് ഇരട്ടിപ്പിക്കൽ എന്ന് പറയുന്നു. ഒമിറാറൻ ബിഅദ്ദതി ആഹാദിൻ ആഖർ, ഒമിറാറൻ അതൊക്കെ ഒരുപാട് തവണ ആവർത്തിക്കുക, ഒരൊറ്റ സംഖ്യ വീണ്ടും ആവർത്തിക്കുക. ബിഅദ്ദതി ആഹാദിൻ ആഖർ മറ്റൊരു സംഖ്യയിലെ അംഗങ്ങളുടെ എണ്ണം കണ്ട്. അപ്പോൾ 5നെ 4 കൊണ്ട് ഗുണിക്കാൻ വരും. അപ്പോൾ 5നെ 4ലുള്ള അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഇരട്ടിപ്പിക്കുക. അപ്പോൾ 5നെ 4 ഇരട്ടിപ്പിക്കുക. അതിനെ ലർബൻ ഗുണനം എന്ന് പറയുന്നു. അത് ജിസിയത്തു ഏതൊരു സംഖ്യയെയും കഷ്ണിക്കുക ഭാഗങ്ങളാക്കുക, മുത്തസാവിയന് തുല്യ ഭാഗങ്ങളാക്കുക, അതിനെ തൻസീഫ് പകുതിയാക്കൽ എന്നുള്ള ഒരു പ്രക്രിയ പറയുന്നു. മുത്തസാവിയാത്തിന് അതെ ഒരേപോലെയുള്ള ഭാഗങ്ങളാക്കുക. ബിഅദ്ദതി ആഹാദിൻ ആഖർ മറ്റൊരു സംഖ്യയുടെ അംഗങ്ങളുടെ എണ്ണം കണ്ട്. ഇപ്പോൾ 4നെ എന്ത് ചെയ്യുക, ഇപ്പോൾ 10നെ 5 കഷ്ണമാക്കുക, 10നെ 5 കഷ്ണമാക്കുക. 10നെ 5 എന്നുള്ള സംഖ്യയുടെ അംഗങ്ങളുടെ എണ്ണം കണ്ടിട്ട് തുല്യമായ കഷ്ണങ്ങളാക്കിയ ഖിസ്മത്തുൻ ഹരണം എന്ന് പറയുന്നു. തഹ്സീലുമാ തഅല്ലഫ മിൻ തർബീഹി, ഇങ്ങനത്തെ തഹ്സീലുമാ ഒരു സംഖ്യനെ കണ്ടെത്തുക. ഇങ്ങനത്തെ ഒരു സംഖ്യയാണ് തഅല്ലഫ അത് കൂടിച്ചേർന്നുണ്ടായത്, മിൻ തർബീഹി ഇതിനെ ഇതിനെ തർബീഹ് ചെയ്ത് അതിനെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചിട്ടാണ്. തർബീഹ് എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യനെയും ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിച്ചിട്ട് കിട്ടുന്ന ഗുണനഫലത്തെ കണ്ടെത്തുക. അതിനെന്തെന്ന് പറയാം, തജ്ദീർ റൂട്ടെടുക്കൽ എന്ന് പറയുന്നു. റൂട്ടെടുക്കുക. വനൂരിദ് ഹാദിഹിൽ അമൽ ഈ ഓരോ പ്രക്രിയകളെ നമുക്ക് കൊണ്ടുവരാം. ഫി ഫുസൂലിൻ ഓരോ ഉപാധ്യായങ്ങളിലായിട്ട് നമുക്ക് കൊണ്ടുവരാമെന്ന് മുസന്നിഫ് പറയുകയാണ്. ഇൻഷാ അല്ലാഹ്.